ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന LCM അല്ലേ? LCM എന്താന്ന് പറഞ്ഞായിരുന്നോ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു നമ്പറിന്റെ, രണ്ട് നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ എഴുതിയിട്ട് അതിൽ കോമൺ ആയിട്ട് വരുന്നതിൽ ഏറ്റവും ചെറുതാണ് ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഫസ്റ്റ് മെത്തേഡ് ഫൈൻഡിങ് LCM ബൈ ലിസ്റ്റിംഗ് മൾട്ടിപ്പിൾസ്. നമ്മൾ HCFൽ ഫാക്ടേഴ്സ് ചെയ്തതുപോലെ ഇതിനകത്ത് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്പിൾസ് ഏതൊക്കെ മൾട്ടിപ്പിൾസ് ഉണ്ടെന്നൊക്കെ കണ്ടുപിടിച്ച് അതിൽ കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കും. എന്നിട്ട് എന്ത് എഴുതും? അതിൽ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ഏതാന്ന്, കോമൺ മൾട്ടിപ്പിൾ ഏറ്റവും ചെറുത് ഏതാണെന്നോ കണ്ടുപിടിക്കും. നെക്സ്റ്റ് 3 സ്റ്റെപ്പ് ഉണ്ട് LCM കണ്ടുപിടിക്കാൻ. ഒന്ന് ലിസ്റ്റിംഗ് മൾട്ടിപ്പിൾസ്, സെക്കൻഡ് വൺ ബൈ പ്രൈം ഫാക്ടറൈസേഷൻ, തേർഡ് വൺ ബൈ ഡിവിഷൻ മെത്തേഡ്. അതിൽ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാ? ഡിവിഷൻ മെത്തേഡാണ്. അതാണ് ഏറ്റവും എളുപ്പം ചെയ്യാൻ. ഓക്കെ, ഇപ്പൊ സെക്കൻഡ് മെത്തേഡ് ഫൈൻഡിങ് LCM ബൈ പ്രൈം ഫാക്ടറൈസേഷൻ, പേജ് നമ്പർ 61. പേജ് നമ്പർ 61-ല് 3 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് 1 ഫൈൻഡ് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് ഓൾ ദി ഗിവൺ നമ്പേഴ്സ്. തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ ഒക്കെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എൻസർക്കിൾ ദി കോമൺ പ്രൈം ഫാക്ടേഴ്സ്. കോമൺ പ്രൈം ഫാക്ടേഴ്സ് ഒക്കെ സർക്കിൾ ചെയ്യാം. Then take only one prime factor out of each set of common prime factors, multiply them and all the other prime factors that are not common to obtain the LCM of the given numbers. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. നമുക്ക് രണ്ട് നമ്പേഴ്സ് വെച്ചിട്ട് എക്സാമ്പിൾ നോക്കാം. ും 30. 25-ന്റെയും 30-യുടെയും LCM കണ്ടുപിടിക്കണം. ആദ്യം എന്താ ചെയ്യണ്ടേ? പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. ഫാക്ടറൈസേഷൻ മെത്തേഡില് പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. 25-ന്റെ പ്രൈം ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? 25-നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും? 5 എന്ന് കിട്ടും. അപ്പൊ 25 നമുക്ക് എങ്ങനെ എഴുതാം? 5 into 5. 30-യെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താല് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 15 കിട്ടും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, എത്ര കിട്ടും? 5 എന്ന് കിട്ടും അല്ലേ? അപ്പോ 30-യെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 3 into 5. 2 into 3 into 5. ഇനി എന്താ ചെയ്യേണ്ടത്? കോമൺ ആയിട്ട് വരുന്നതൊക്കെ എൻസർക്കിൾ ചെയ്യാം. കോമൺ ആയിട്ട് വരുന്നത് ഇവിടെ 2 5 മാത്രമേ ഉള്ളൂ അല്ലേ? ഈ 2 5-നെ ഒരു 5 ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? ബാക്കി എല്ലാ ഫാക്ടേഴ്സും പ്രൈം ഫാക്ടേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 3 into ഈ 5-ന് പകരം ഒരു 5, വേറെ നമ്മൾ ഗ്രൂപ്പ് ആക്കിയ 5-ന് പകരം ഒരു 5, ബാക്കിയുള്ള ഈ ഒരു 5 into 5 എത്ര കിട്ടും? 2 into 3 6, 6 into 5 30, 30 into 5 150.
അതായത് 25-ന്റെയും 30-ന്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾസ് 150. മനസ്സിലായോ ചെയ്തത്? മനസ്സിലായോ? ഒന്നുകൂടി പറയാം, ഒരു എക്സാമ്പിളും കൂടി പറയാം. ഒരു മിനിറ്റ്, ബാക്കിയുള്ളവരുടെ അറ്റൻഡൻസ് കൂടി ഒന്ന് ഇടട്ടെ. അഫ്രാസ്, വസുദേവ്, നിങ്ങൾ തന്നെ 2 നമ്പേഴ്സ് പറ, അല്ലെങ്കിൽ 3 നമ്പേഴ്സ് പറഞ്ഞേ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞുതരോ? എനിക്ക് ഇപ്പൊ ക്ലാസ് കിട്ടി. പേജ് നമ്പർ 61. ശ്രീകൃഷ്ണ ഒരു 3 നമ്പേഴ്സ് പറഞ്ഞ മോനെ, നമുക്ക് ഏതൊക്കെ? 49. 49. പിന്നെ 36. 36. 21. 21. ഓക്കെ, നല്ല നമ്പേഴ്സ്. 49 നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നു. 49 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 5 കൊണ്ട് പറ്റില്ല, ഓൺലി 7 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. അപ്പൊ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 കിട്ടും. അപ്പൊ എത്രയായി? 7 into 7. 49 നമുക്ക് 7 into 7 എഴുതാം. ഇനി 36നെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്ന സമയത്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 18 കിട്ടും. അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 9 കിട്ടും. 9 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. അപ്പൊ എത്ര കിട്ടി? 36നെ എങ്ങനെ എഴുതാം? 2 into 3 into 3. ഇനി അടുത്തത് 21. 21നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും? 7 കിട്ടും അല്ലെ? അതിനി മാറ്റി എഴുതേണ്ട ആവശ്യമില്ല. 3 into 7. ഇനി ഇതിനെ ഗ്രൂപ്പ് ആക്കുക. ഗ്രൂപ്പ് ആക്കുമ്പോ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് 2 3 ഉണ്ട്, ഇതിൽ കോമൺ ആയിട്ട് 2 7 ഉണ്ട്. 3 എണ്ണത്തിലും വരണം എന്നില്ല, ഏതെങ്കിലും 2 എണ്ണത്തിൽ വന്നാലും മതി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സും കൂടി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ? 2 into ഈ 2 3ക്ക് പകരം ഒരു 3 into പിന്നെ അടുത്ത ഒരു 3 ഇവിടെ പുറത്ത് ബാക്കിയുണ്ട്, ഗ്രൂപ്പ് ചെയ്യാത്തൊരു 3 ഉണ്ട്. ആ 3 into 7 into ഈ ഗ്രൂപ്പ് ചെയ്ത 2 7 പകരം ഒരു 7 ഈക്വൽ ടു 2 into 2 4, 4 into 3 12, 12 into 3 36, 36 into 7. 36 into 7 എത്രയാ? 252. 252 into 7 1764. 1764. അതായത് ഈ 3 നമ്പേഴ്സിന്റെയും LCM എന്ന് പറയുന്നത് എത്രയാ? 1764. നമ്മൾ HCF കണ്ടുപിടിക്കുമ്പോൾ ഈ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ അല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ LCM കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ കൺസിഡർ ചെയ്യണം? എല്ലാ ഫാക്ടേഴ്സും, കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സിൽ ഒന്ന് മാത്രം, ബാക്കി എല്ലാ ഫാക്ടേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതാണ് LCM ബൈ പ്രൈം ഫാക്ടറൈസേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാൻ. പേജ് നമ്പർ 63
പേജ് നമ്പർ 63. അതിനകത്ത് എക്സൈസ് 3G കണ്ടോ? എക്സൈസ് 3Gയിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ LCM ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് ബൈ ദി പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് വൺ 16, 30, 42. ആ മൂന്നെണ്ണത്തിന്റെ LCM ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. 30, 42. 16, 30, 42. ക്വസ്റ്റ്യൻ ഞാൻ വേണമെങ്കിൽ ഇവിടെ ഒന്ന് എഴുതി തരാം. Sixteen, 30, 42. ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയേ, ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയേ. ഇതും കൂടി ഒന്ന് പറഞ്ഞുതരാം. 16 നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. 16 നമ്മൾ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 8 കണ്ടുപിടിച്ചു. ഫിനിഷ്. കിട്ടിയോ? അവിടെ വെച്ചേ, ആൻസർ ശരിയാണോ നോക്കിയാൽ മതിയേ. 4 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 2 കിട്ടി. ഓക്കെ, ഇനി ഞാൻ ഇത് തൊട്ടടുത്ത പേജിലേക്ക് മാറ്റി എഴുതാണേ. 16 നമ്മൾ എങ്ങനെ എഴുതി? 2 into 2 into 2 into 2. 4 2 മൾട്ടിപ്ലൈ ചെയ്തിട്ടല്ലേ 16ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തേ. അടുത്തത് 30. 30 നമ്മൾ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 15 കിട്ടി. പിന്നെ 15 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 5 കിട്ടി. അപ്പൊ 2 into 3 into 5. അത് എഴുതുന്ന സമയത്ത് 2 ഒക്കെ ഒരു സൈഡിൽ, 2 into 3 into 5. 2ന്റെ താഴെ 2 മാത്രം എഴുതിയേ. ഇത് 16ൻ്റെത്, ഇത് 30യുടെ. നെക്സ്റ്റ് ഏതിന്റെ? 42 അല്ലേ? 42ൻ്റെത് എങ്ങനെ കണ്ടുപിടിക്കും? 42 ആദ്യം നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, എത്ര കിട്ടി? 21 കിട്ടി. പിന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 7 കിട്ടി. പിന്നെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ, 7 എന്ന് പറയുന്ന പ്രൈം നമ്പർ ആയതുകൊണ്ട് അഗൈൻ ഡിവിഷൻ വേണ്ട. അപ്പൊ 2 into 3 into 7. 2ന് നേരെ താഴെ 2, 3ന്റെ നേരെ താഴെ 3, 5ന്റെ താഴെ 5 എഴുതാനില്ലാത്തതുകൊണ്ട് 5 എഴുതുന്നില്ല, തൊട്ടപ്പുറത്ത് into 7. ഓക്കെ, ഇനി നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു. ഇതിൽ 2 മൂന്നെണ്ണത്തിലും 2 വരുന്നുണ്ട്, അതൊരു ഗ്രൂപ്പാക്കി. ദെൻ ഈ രണ്ടെണ്ണത്തില് ഓരോ 3 വരുന്നുണ്ട്, അതും ഒരു ഗ്രൂപ്പാക്കി. ഇനി എന്തൊക്കെ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 2 2 into 2 into ഈ ഒരു 2ന്റെ ഗ്രൂപ്പിന് പകരം ഒരു 2, ഈ ഒരു 3ന്റെ ഒരു ഗ്രൂപ്പിന് പകരം ഒരു 3 into 5 into 7. എല്ലാ പ്രൈം നമ്പേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ വരും? 2 into 2 into 2 into ഈ ഒരു 2ന്റെ ഗ്രൂപ്പിന് പകരം ഒരു 2 into ഈ 3ന്റെ ഒരു ഗ്രൂപ്പിന് പകരം ഒരു 3 into ഈ 5 into 7. ഇത്രയും നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 2 4, 4 into 2 6 8, 8 into 2 8 into 2 16, 16 into 3 16 into 3 എത്രയാ? 16 into 3 48, 48 into 5 240, 240 into 7 1600
80. ഇതാണ് ഈ മൂന്ന് നമ്പേഴ്സിന്റെയും LCM. അത് തന്നെയാണോ ശ്രീകൃഷ്ണന് കിട്ടിയേ? ആണോ? ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാ ചെയ്തതെന്ന്? തെറ്റിയിട്ടുണ്ടെങ്കിൽ എവിടെയാ തെറ്റിയെന്ന് മനസ്സിലായോ? സ്റ്റക്കായി പോയവർ അതിന് ശേഷമുള്ള സ്റ്റെപ്പ് മനസ്സിലായോ? ഞാൻ 13 എല്ലാ മെത്തേഡും കൃത്യമായിട്ട് ചെയ്തു. പക്ഷേ ഇതെല്ലാം ഇൻഡു ചെയ്യാൻ വന്നപ്പോഴത്തേക്കും ഒരു 3 എക്സ്ട്രാ കൊണ്ടുപോയി. അതുകൊണ്ട് തെറ്റി. 2 3 അങ്ങനെ തന്നെ എടുത്തു. ഓക്കെ, ജസ്റ്റിസിന് എവിടെയാ തെറ്റിയേ? എനിക്ക് എവിടെ തെറ്റിയിട്ടൊന്നുമില്ല. എനിക്ക് മൾട്ടിപ്ലൈ എങ്ങനെ ചെയ്യുന്നതിനൊക്കെ ഇത്ര ക്ലിക്ക് ആയില്ലായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി. ഹെവന് മനസ്സിലായോ? ബാക്കിയുള്ളവരെവിടെ? ആതിര, ഓക്കെ, ജോയൽ, ജുവാന, ജീവയ്ക്ക് മനസ്സിലായോ? ഓക്കെ, നിജാദ് മനസ്സിലായോ? യെസ്, ഓക്കെ. അഫ്രാസോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ട് നമ്പേഴ്സ് തരാം, അതൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്ക്. ഓക്കെ, 12 and 30. 12, 30 രണ്ട് നമ്പേഴ്സ് മാത്രം വെച്ചൊന്ന് ചെയ്ത് നോക്കി. ലിസൺ ഹിയർ. 12നെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്ന സമയത്ത് 12നെ നമുക്ക് 2 into 3 എന്ന് എഴുതാം അല്ലേ? അത് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. 2 into 2 into 3 എന്ന് എഴുതാം. 30 എങ്ങനെ എഴുതാം? 30യെ 2 into 3 into 5 എന്ന് എഴുതാം. എങ്ങോട്ടാ പോകുന്നത്? 2 into 3 into 5 എന്ന് എഴുതാം. ഇനി ഇതിൽ ഏതൊക്കെ തമ്മിലുള്ള ഗ്രൂപ്പ് ആക്കാൻ പറ്റുന്നത്? ഈ രണ്ട് 2നെയും ഈ രണ്ട് 3നെയും ഗ്രൂപ്പ് ആക്കാം. എന്നിട്ട് ഏതൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം? ഈ 2 into ഈ രണ്ട് 2ന് പകരം ഒരു 2, ഈ രണ്ട് 3ക്ക് പകരം ഒരു 3 into 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 3 into 5 equal to 2 into 2 4, 4 into 3 12, 12 into 5 60. 60 എന്ന് ആൻസർ കിട്ടും. തെറ്റിപ്പോയവർക്ക് മനസ്സിലായോ? മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് എഴുതിക്കോ. ഉം 84, 90, 120. ടെക്സ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻ തന്നെ. 84, 90, 120. ഒന്ന് ചെയ്തിട്ട് എത്ര LCM കിട്ടുന്നതെന്നൊന്ന് നോക്കാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. നമ്പേഴ്സ് എഴുതിയിട്ടില്ല. 84, 90, 120. ഓക്കെ, കിട്ടുന്ന പോലെ ചെയ്യാ. കിട്ടിയില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ഡിവിഷൻ മെത്തേഡും കൂടി പറയാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. ബൈ. ചെയ്ത് നോക്കാം കേട്ടോ.